ഗൈസ് നമ്മളെ രണ്ടാമത്തെ വീഡിയോന്റെ BTS ആട്ടോ. ഇപ്പൊ ഡ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കാണ്. ഡ്രസ്സിങ് ആണ്, നമ്മളെ ഗ്രീൻ റൂം ആണ്. നോക്കല്ലേ അവിക്കുന്നാണാവും. നമ്മളെ കഴിഞ്ഞ വീഡിയോ കിട്ടില് ഇട്ടിട്ട് ഇപ്പൊ രണ്ടാമത്തെ സപ്ലൈക്ക് വമ്പൻ രണ്ടാള് 37 അതിലിപ്പോ 4 ആള് നമ്മളെന്നുണ്ട്. അപ്പൊ 33 1 മക്കളൊന്നും 5 ആയി. ആരൊക്കെ കണ്ടിട്ട് നന്ദി, നമസ്കാരം. ഇത് വേണ്ടേ സാരി ഇങ്ങനെ ഇടണം. അത് ഇട്ടാ മതി. വേഷ്ടി മേരി ഇങ്ങനെ എന്ത് മതി? വേഷ്ടി മുണ്ടില്ലേ? അടിയത്തെ വേഷ്ടി മുഴുക്ക മുണ്ട് അങ്ങനെയാണ്. ഇത് വേഷ്ടി മുണ്ടോ? വേഷ്ടി മുണ്ടോ? വേഷ്ടി. ഇത് മുണ്ട്. ഒന്നും അറിയില്ലല്ലേ വേഷ്ടി. അതിനാ ഇതിൽ കാവ്യ വെള്ളമുണ്ടല്ല. നമുക്ക് KPC വിളിച്ചാ പോലെ അല്ല. എന്നാലും വെള്ളമുണ്ടല്ല എന്റെ ഒരു രസം. ഇപ്പൊ തന്നെ ഉള്ളു. നീ ഇതൊക്കെ ഉണ്ടോ? ഇത് ഇതല്ലോ ധാവണി. ഇതെല്ലാം വേഷ്ടി മുണ്ടു. എന്താണ് ഞാൻ ഭയങ്കര ഡ്രസ്സിങ്ങിന്റെ സെൻസിബിലിറ്റി. അന്നേ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനിങ് ഇതൊക്കെ പുറത്തേക്കാണ് കട്ട് ചെയ്തോണ്ട് അവിടെ ആകെ ടീയാണ് അതിലാ പൊളി. ഇതൊക്കെ സാറേ മുണ്ട് ഇവിടെ എങ്ങനെ ആക്ക് എങ്ങനെ മറ്റേ വെറ്റിലാക്കാന് ഇങ്ങനെ. അതാണ് കച്ച് ഒരു വാങ്ങണ്ട. അത് ആകല്ല അതിൽ പൈസ ഞങ്ങൾ രണ്ടാളെ ഡ്രസ്സിങ് കഴിഞ്ഞു. ഞങ്ങളെ കോമ്പിനേഷൻ വീഡിയോ ആണ് എടുക്കാൻ പോണത് അടുത്തായിട്ട്. നീ പച്ചക്കുയിലോ മാറിയില്ലടാ. നീ ഏതാ നീലക്കുയിലോ? മാറിയില്ലടാ, മാറിയില്ലടാ. അവൻ നീലക്കുയിലോ അവൻ കേറി വരുവാ. മുടി റെഡി ആയി ഗൈസ്. മുടി ഞാൻ നന്നായിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഇങ്ങനെ മോഡൽ കേട്ടോ. അതിനിപ്പോ മോഡലില്ല. പിന്നല്ലാതെ അതാണ് എന്റെ കഴിവ്. മുടി മുന്നിക്കിട അതുപോലെ സുഖില്ല. അത് ചൂടെടുക്കുമ്പോ ഉണ്ടാവില്ല. എന്നാലും ഞാൻ പണ്ട് ക്ലാസ്സിൽ പൊട്ടില്ല. വട്ടപ്പൊട്ട് ഇല്ല, ചെറിയ പൊട്ടാണ്. അത് കട്ടാണോ? അത് എത്ര ഫോണവിടെ ഇതല്ലടാ തരൂ. അമ്മച്ച് വേറെ ഗൂഗിൾ പേ ഗാലറി മാറില്ല. വരികയാണ് അത് നോക്കിയാ ഫ്രെയിം പോയപ്പോലെ വല്ലാത്തൊരു ഞാൻ പറയണില്ല. ഇപ്പൊ വെറുതെ പറഞ്ഞു അതൊന്നും അതൊക്കെ പറയാളാ. ഒക്കെ കഥയാണ്. അതൊക്കെ പറയാളാ. ഇതില് ആകെ ഡയലോഗ് കണക്ക് മാത്രമേ ഉള്ളൂ. ലാസ്റ്റിക്കാ. പിന്നെ ഇതൊക്കെ ചടപ്പിക്കലിരിക്കല് പറയല്ലേ. ഞാൻ വീട്ടു പോവാ. മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണ്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണ്. സത്യമൊന്നും ആർക്കറിയാം. ഫസ്റ്റായി റെഡിയാക്കിക്കണേ. ഫ്രെയിം ഇതല്ലടാ. പറഞ്ഞു കേട്ടതാണ് സത്യമെന്ന ആർക്കറിയാം. സത്യം പക്ക. ഇതൊക്കെ മുത്തശ്ശി പറഞ്ഞു കേട്ടവന് ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണ്. അത് പറഞ്ഞ ഇതൊക്കെ മുത്തശ്ശി ആയിട്ടില്ല. ആ രാമനാഥൻ വന്ന് രഹസ്യമായി താമസിച്ച വീട്ടില്
ഓ പറ 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 ആ രാമനാഥൻ വന്ന് രഹസ്യമായി രാമനാഥൻ ആ രാമനാഥൻ വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് രഹസ്യമായിട്ട് താമസിച്ച പിന്നെ ആ രാമനാഥൻ വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഉള്ളൂ ഇതൊക്കെ നമ്മളെ പോലല്ലടാ രാമനാഥൻ വന്ന് രഹസ്യമായി താമസിച്ചിട്ട വീട്ടില് ഒരു 100 പ്രാക്ടീസിന് ശേഷം അബിൻ്റെതാണ്. പിന്നെ അതിലുണ്ട് സാധനം. ഇല്ല അതില്ല അല്ല എടുക്കാൻ സമയം പോവാണ്. ഞാൻ കാണിച്ചുതരാം. അല്ല അത് പറഞ്ഞോ പറഞ്ഞിട്ടെടുത്ത എന്താ അവർക്ക് അതൊന്നുകൂടി ഇപ്പൊ പ്രശ്നമല്ല. പിന്നെ അലബലക്കൊക്കെ ഡയലോഗ് ഉള്ള പിന്നെ വേണ്ട ആ സാധനം ഉണ്ടായില്ലേ ഡയറക്ടറാണ് ഓരോന്നോരോ പറഞ്ഞ ആ രാമനാഥൻ വന്ന് രഹസ്യമായി താമസിച്ച വീട്ടില് ആ രാമനാഥൻ വന്ന് രഹസ്യമായിട്ട് 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 താമസിച്ച വീട്ടില് അത്രേ ഉള്ളൂ. തഞ്ചാവൂരിലെ കാര്യക്ക് വായാട്ടെ അമ്മായി റെഡി കാരണൻ ഇന്നാസെ കാരണവൻ പ്രതിഭാശാലി താത്താന്റെ കൊച്ചുമോളാണ് നാട്ടിലെ മുന്നുള്ള മുന്നാടിക്കാരനോർ തത്തേ തുരത്തേ ആസ്വദിക്കുന്ന കാരണോ. ഇത് റീൽസ് തന്നെയാണോ അതോ യെസ്മിന്റെ സീരീസോ ഒന്നും മനസ്സിലാവുന്നില്ല. പ്രേമിൽ കിട്ടില്ല വിളിച്ചോ അണക്ക് ഇതാ ജലദോഷം. കല്യാണത്തിന് വീഡിയോ എടുക്കട്ടോ. ഗ്രൂമോ ബ്രൈഡ് ഗ്രൂം ചെയ്യണത് അങ്ങനെ അവിടുത്തെ കോസ്റ്റ്യൂം മൽമോഹറിന്റെ ഗായകൻ റോബൻ. ലൊക്കേഷൻ മാറ്റാണ്. ഇനി അപ്പുറത്തന്നെ ഒരു ക്യോറി ഉണ്ട്. അപ്പൊ അടുത്ത ലൊക്കേഷൻ ഇതൊന്നുമല്ലോ. ഹരിരാമ രാമ കഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി. കോറിക്ക് അടുത്ത ലൊക്കേഷൻ അല്ല ആ ചോപ്പും ഉണ്ട് അവിടെ. ചോപ്പ് സാരി അപ്പൊ അടുത്ത ലൊക്കേഷൻ എത്തിക്കണേ. ഇതാണ് നമ്മളെ പുതിയ ലൊക്കേഷൻ. ഞങ്ങളെ അടുത്തുള്ള കോറിയാണ്, പാറക്കോറി. ലൊക്കേഷൻ കണ്ടുള്ള അബിന്റെ എക്സ്പ്രഷൻ ബാക്കിയില്ലേ പിന്നെ നല്ല തണുപ്പായതുകൊണ്ടേ പെട്ടെന്ന് വീട് എടുത്തായി നിക്കില്ലല്ലോ ബെൽറ്റ്. അത് ഇട് അതിനെ എങ്ങനെ ആയിക്കൂടെ ഇട്. ഇട്ടു ഫുള്ളിട് കേറ്റ്. ഇത് കേറിലുണ്ടേക്കേ ആരെ ടൈറ്റാണ് ഇത്ര കേറുള്ളുണ്ട്. അപ്പൊ ഇന്നത്തെ ഷൂട്ട് അവസാനമായിട്ട് നമ്മളെ ഇതാണ് നമ്മളെ കോറി, പാറക്കോറി. പറയാൻ പറ്റൂല 1 മില്യൺ ചിലപ്പോ ഇതൊക്കെ പറ്റും. അതന്നെ കഷ്ടപ്പെട്ടാലും പക്ഷെ സൂപ്പർ ആയില്ല. സൂപ്പർ ആയി. നമ്മള് അബി സൂപ്പർ വഹിച്ചിട്ട് വെച്ച കാരാടന്റെ ഡ്രസ്
കാരണൂര് രാമനാഥന്റെ ഡ്രസ്സ് ടീഷർട്ട്. അപ്പൊ ആ കൊടൂര വെയിലത്ത് പാറപ്പുറത്ത് ചുട്ട പാറപ്പുറത്ത് നിന്നിട്ടായിരുന്നു കാരന്റെ അവസാനത്തെ ഷോട്ടുകൾ നമ്മൾ എടുത്ത്. അതെ, ഡെഡിക്കേഷൻ. ഇങ്ങനെ ചെയ്താല് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് റീച്ച് കിട്ടുള്ളൂ. അതെ, റീച്ച് കിട്ടിയ പെരയിലെ അരി വാങ്ങാം. ഇത് എല്ലാരും കാണുക, അരി വാങ്ങാൻ സഹായിക്കുക. അതന്നെ, സൂപ്പർ താങ്ക്സ് അയച്ചാൽ മതി. അപ്പൊ ഷൂട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസുമായി കാണാം. അഭി പോയി കാരണം വന്നു. അപ്പൊ ഓക്കെ, ബൈ.